Hi everyone. Today we are going to study about successive approximation method. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ റൂട്ട്സ് ഓഫ് ട്രാൻസെൻഡൽ ഇക്വേഷൻ എങ്ങനെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് വെച്ചിട്ട് റൂട്ട്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു ഓവറോൾ ഐഡിയ തന്നിരുന്നു. സോ ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഈച്ച് ആൻഡ് എവറി മെത്തേഡ് ദാറ്റ് ഇസ് ബീൻ performed in this module. So the first method that follows in this module is successive approximation method. അപ്പോൾ നമ്മളിപ്പം ഓൾറെഡി ഐറ്ററേറ്റീവ് മെത്തേഡ്സ് ആണ് സക്സസീവ് അപ്രോക്സിമേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാക്ട് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വട്ടം അപ്രോക്സിമേറ്റ് ചെയ്ത് അങ്ങനെ ഐറ്ററേറ്റീവ് ആയിട്ട് ആ ഒരു അപ്രോക്സിമേഷൻ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ചെയ്യുമ്പം ഏറ്റവും അവസാനം നമുക്ക് എക്സാക്റ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷനിലാണ് നമ്മൾ റൂട്ട് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂമറിക് അൽഗോറിതം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അപ്രോക്സിമേറ്റ് ചെയ്ത കാര്യത്തിൽ ഓരോ ടൈം ന്യൂമറിക് അൽഗോറിതം ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മെത്തേഡിൽ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഏതാണ് ഫംഗ്ഷൻ അതിനൊരു ഇനീഷ്യലായിട്ടൊരു വാല്യൂ എടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ റൂട്ടിലോട്ടേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് അത് റിയൽ റൂട്ടാണോ എന്ന് നോക്കും. റിയൽ റൂട്ട് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അപ്രോക്സിമേറ്റ് ചെയ്ത് അടുത്ത റൂട്ട് എടുക്കാൻ നോക്കും. സോ എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രീവിയസ് അപ്രോക്സിമേഷൻ ദാറ്റ് ഇസ് ബീൻ പെർഫോംഡ്. അങ്ങനെ ഓരോ ടൈം അപ്രോക്സിമേഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് റൂട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ അതാണ് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡിൻ്റെ ഓവറോൾ ഐഡിയ. അപ്പം നമുക്ക് ഇത് കുറച്ചൊരു മാത്സ് റിലേറ്റഡ് ആണ്, കുറച്ചൊരു പ്രോബ്ലമാറ്റിക് ആണ്. ഈ ഒരു മോഡ്യൂളും നെക്സ്റ്റ് അപ്കമിങ് മോഡ്യൂൾ വരുന്നതെല്ലാം പ്രോബ്ലമാറ്റിക് ആണ്. ഓരോ മെത്തേഡിനും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും. അപ്പം ആദ്യം ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക, എന്നിട്ട് അതിനുശേഷം ഓരോ പ്രോബ്ലംസും ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഇസ് ദാറ്റ് ദിസ് ഇസ് ആക്ച്വലി ഇത് നമുക്ക് ഇത് മാത്സ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആണ് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ലുക്സ് ഇത് ഓൾറെഡി റിട്ടേൺ നോട്ട്സ് ആണ്. Okay, so first is that whenever we are having an equation f of x equal to 0 and that function we have to find its roots, അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് എക്സ് എന്നുള്ളത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷനിലോട്ടേക്ക് അസൈൻ ചെയ്യാം, പ്രൊവൈഡഡ് വി ഫോളോസ് ആൻ ഐറ്ററേറ്റീവ് മെത്തേഡ്. സോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കിത് പ്രോഗ്രാമിംഗ് ചെയ്യാനും, നമ്മളൊരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സബ്ജക്റ്റ് ആണല്ലോ ഇത് പഠിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യാം അതും കൂടി നമ്മളിതിൽ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹെൻസ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ വി ഫോളോ ആൻ ഐറ്ററേറ്റീവ് മെത്തേഡ്. So first you consider an equation of f of x. ഇവിടെ f of x എന്ന് പറഞ്ഞാൽ e raised to minus x minus 2x plus 1 is equal to 0. അപ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ എക്സ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി കാണുമ്പോൾ ഇറ്റ് ഈസ് എ ട്രാൻസെൻഡൽ ഇക്വേഷൻ, കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരുന്നുണ്ട്, നോർമലി എക്സ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഉള്ള എക്സ് പാരാമീറ്ററാണ്. നമ്മൾ എക്സ് ആണ് ജി ഓഫ് എക്സിലോട്ടേക്ക് മാപ്പ് ചെയ്യുന്നത്. സോ എക്സ് എന്നുള്ള പാരാമീറ്റർ നമ്മൾ മാത്രം എടുത്ത് ലെഫ്റ്റിലോ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ബാക്കിയെല്ലാം ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് റീറൈറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്തതാണ് ഈ ഇക്വേഷൻ. സോ നമ്മളിനി നോക്കേണ്ടത് ഇവിടെ ഇതൊക്കെ ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ്, എങ്ങനെയാണ് ജനറിക് ആയിട്ട് ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നതെന്നുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. സോ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ 0 എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ജി ഓഫ് എക്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് എക്സ് ആൻഡ് ദ ഫംഗ്ഷൻ ജി ഓഫ് എക്സ്. സോ ഇവിടെ നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സസ് വരച്ചിട്ടുണ്ട്. ഹിയർ യു ക്യാൻ സീ എ ലൈൻ വൈ ഈക്വൽ ടു എക്സ്, അതുപോലെ തന്നെ നമ്മുടെ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2, ഇതൊരു ലൈൻ. അപ്പോൾ രണ്ടും എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ദിസ് തിങ്, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു വൈ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ്, ബോത്ത് ആർ ബീങ് ഈക്വൽ. അപ്പോൾ ആ രണ്ട് ലൈനും നമ്മൾ വരയ്ക്കുമ്പോൾ ദേ ആർ ബീങ് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് എ സിംഗിൾ പോയിന്റ്. അപ്പം മീൻസ് എപ്പോഴും, കാരണം ഈ രണ്ട് ലൈനും മീൻസ് രണ്ടിൻ്റെ ഇക്വേഷൻസ് സെയിം ആണ്, മീൻസ് രണ്ടിൻ്റെ വാല്യൂസ് സെയിം ആണ്. ഇപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നതും ഇവിടെ എക്സ് ഈക്വൽ ടു ഇത് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 രണ്ടും എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ആ രണ്ട് വാല്യൂസ് നമ്മൾ ഡയഗ്രാമാറ്റിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ യു ക്യാൻ സീ എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം ആൻഡ് അറ്റ് സം പോയിന്റ് ദേ ആർ ഗോയിങ് ടു ബി കൺവേർജിങ്. ഒരു പോയിന്റിൽ അവർ അവിടെ മീറ്റ് ചെയ്യാണ്. സോ ദാറ്റ് പോയിന്റ് വി സേ ദാറ്റ് റൂട്ട് ഇസ് ബീൻ ഒബ്റ്റെയിൻഡ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ x0 എന്നുള്ളൊരു പോയിന്റ് എടുത്തു, x1 എന്നുള്ള വേറെ പോയിന്റ് എടുത്തു. അപ്പോൾ x2 എന്നുള്ളൊരു പോയിന്റ് നമ്മൾ സക്സസീവായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോഴാണ് വി സീ ദാറ്റ് ദർ ഇസ് സംതിങ് ദാറ്റ് ഇസ് ഇൻ്റർസെക്റ്റിംഗ് ബിറ്റ്വീൻ ദ ടു ലൈൻസ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുക ദാറ്റ് റൂട്ട് ഇസ് ബീങ് ഫൗണ്ട്. പിന്നെ അതിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ട് കുറേ ജനറിക് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ്സിലൊക്കെ കാണിക്കാം. സോ ജസ്റ്റ് വി ഹാവ് എ പ്രൂഫ് ഇൻ ടു ദാറ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഐറ്ററേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ഗെസ് ഫ്രം എ സ്റ്റാർട്ടിംഗ് വാല്യൂ x0
എന്നിട്ട് ആ x0 നമ്മൾ g of x എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കൊടുക്കുകയാണ്. Then we are taking g of x0 which is going to be our next guess, and then we follow that the two successive guesses are close enough. അപ്പോൾ നമ്മൾ x0 ചെയ്യും, x1 ചെയ്യും, x2 ചെയ്യും, അങ്ങനെ സക്സസീവായിട്ട് കുറേ ഗസ്സസ് ചെയ്യുമ്പം തൊട്ടടുത്തടുത്ത് വരുന്ന ഗസ്സസ് ക്ലോസ് ഇനഫ് ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആ റൂട്ട്. സോ വി ഫോളോ ഓൺ ദ ഐറ്ററേറ്റീവ് ഫോർമുല. ദാറ്റ് ഇസ് x1 ഇസ് ഈക്വൽ ടു g of x0. പിന്നെ x2 എന്ന് പറയുന്നത് x1 ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അതായത് തൊട്ട് മുമ്പത്തെ പ്രീവിയസ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് വി ഗെറ്റ്. സോ ഇവിടെ x1 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഫംഗ്ഷനിൽ x0 ആണ് കൊടുക്കുന്നത്. x2 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ g എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ x1 ആണ് കൊടുക്കുന്നത്. അതുപോലെ ഓരോ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും അതിൻ്റെ തൊട്ട് -1 ഫംഗ്ഷനാണ്, പ്രീവിയസ് ഉള്ള ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് പ്രൊസീജിയർ വിൽ ബി കൺവേർജിങ് അറ്റ് എ പോയിന്റ് വെൻ ദാറ്റ് ഫംഗ്ഷൻ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ഇസ് ലെസ് ദാൻ 1. സോ ഇത് എപ്പോഴും ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പം വി സേ ദാറ്റ് അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ g'(x), അതായത് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പം ആൻഡ് വെൻ യു ആർ ഫൈൻഡിങ് ഇറ്റ്സ് ആബ്സല്യൂട്ട് വാല്യൂ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1. പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രൂഫാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വി ആർ കൺസിഡറിങ് ആർ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ റൂട്ട്, എന്നിട്ട് എക്സ് ഈക്വൽ ടു ആർ, അതായത് നമ്മൾ റാൻഡമൈസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വാല്യൂ നമ്മൾ എക്സിലോട്ടേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് g of r ഈക്വൽ ടു ആർ എന്ന് കൊടുക്കുകയാണ്. ആൻഡ് ദെൻ വി ഗോ വിത്ത് എക്സ് ഓഫ് എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മുടെ nth ടൈമിലെ അപ്രോക്സിമേഷൻ ആയിരിക്കും. അപ്പോൾ nth ടൈമിലെ അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പം നമ്മൾ എക്സ് എന്നിൻ്റെ കൂടെ റൂട്ട് മൈനസ് ചെയ്യും. ദാറ്റ് ഈസ് ഗിവൺ ഇൻ ഫംഗ്ഷൻ്റെ കൂടെ എന്താണ് നമ്മൾ n-1 കൊടുക്കണം മൈനസ് ഈ r. കാരണം r ഇവിടെ കൊടുക്കുമ്പം അതേ r ഈ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്തതും മൈനസ് ചെയ്യണം. ഓക്കെ, കാരണം നമുക്ക് xn ഇസ് ഈക്വൽ ടു g of xn-1 ആണ്, അത് കറക്റ്റാണ്. ബട്ട് ഇവിടെ നമ്മൾ r മൈനസ് ചെയ്യുമ്പം ഇവിടെ r-ൻ്റെ ഫംഗ്ഷനും കൂടി ഈ റൈറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യണം. അതാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ നമുക്ക് ഇനി മോഡിഫൈ ചെയ്ത് നമുക്ക് ചെറുതാക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ xn-1 മൈനസ് r കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുകയാണ്. സോ വി ആർ ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ വിത്ത് xn-1 മൈനസ് r. അപ്പോൾ ഈ സൈഡ് ഡിവൈഡ് ചെയ്തു, ഈ സൈഡ് ഡിവൈഡ് ചെയ്തു. സോ ഹിയർ ഇറ്റ് ഫോളോസ് മീൻ വാല്യൂ തിയറം. ദിസ് ഇസ് എ മീൻ വാല്യൂ തിയറം. അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഈ സ്ലൈഡിൽ കാണാം. മീൻ വാല്യൂ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഗിവൺ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ g of x വിത്ത് എ കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. സോ വെനെവർ യു ആർ ഹാവിങ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ബ്രേക്കും ഉണ്ടാവില്ല. ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകുമ്പോൾ ദർ വിൽ ഫോളോയിങ് എ ബ്രേക്ക്. ഇപ്പോൾ സൈൻ വേവ്, കോസ് വേവ് ഒക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ ഓൾവേസ്, അവരൊക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് വരിക. അവർ വേറൊരു പോയിന്റിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് അവർ ഡിസ്ക്രീറ്റൈസേഷൻ വരുന്നത്. അപ്പോൾ യൂഷ്വലി സൈൻ വേവ്, കോസ് വേവ് ഒക്കെ കണ്ടിന്യൂസ് ആണ്. സോ നമ്മളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ g of x ഫോളോ ചെയ്യുമ്പം അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ, ഫസ്റ്റ് ഡെറിവേറ്റീവ് മീൻസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഫസ്റ്റിലെ വാല്യൂ ആണ് വി സേറ്റ് ആസ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ സ്ലോപ്പ് ഓഫ് ദ കോഡ് ടു ദ കർവ് ഡ്രോൺ ബിറ്റ്വീൻ ടു ആർബിട്രറി പോയിന്റ്സ് a and b on it is namely this thing. അപ്പോൾ അതിൻ്റെ കേർവിലേക്ക് വരുന്ന അതിൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ അതിലോട്ടേക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്ന ഒരു ലൈനെയാണ് നമ്മൾ കോഡ് എന്ന് വിളിക്കുക. അതുപോലെ ടാൻജൻറ്റ് എന്ന് പറയും. സോ വെനെവർ വി പെർഫോം വിത്ത് ദ സ്ലോപ്പ് ഓഫ് ദാറ്റ് കോഡ്, നമുക്ക് ആ കേർവിൽ ഡ്രോ ചെയ്യാൻ പറ്റുന്ന രണ്ട് ആർബിട്രറി പോയിന്റ്സ് a and b ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻസ് ആണ് മീൻ വാല്യൂ തിയറമായിട്ട് യൂസ് ചെയ്യുക. സോ g of b മൈനസ് g of a ഡിവൈഡഡ് ബൈ b മൈനസ് a എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് എ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് സം പോയിന്റ് ബിറ്റ്വീൻ a and b. അപ്പോൾ കോഡ് എന്ന് പറയുമ്പോൾ ഒരു കേർവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ എബിലിറ്റി ഉണ്ട് ആ കോഡിന്. സോ അതിൻ്റെ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വി ആർ ഫൈൻഡിങ് ഔട്ട് ദ മീൻ ആക്ച്വലി. ദാറ്റ് ഈസ് രണ്ട് ഫംഗ്ഷൻ്റെ എയും ബി ആർബിട്രറി പോയിന്റ്സ് വെച്ചിട്ട് അതിൻ്റെ മീൻ കണ്ടുപിടിക്കുമ്പോൾ it will be equal to the slope of the tangent to the curve at some point a and b. So this is mean value theorem. ഈ മീൻ വാല്യൂ തിയറമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തതനുസരിച്ച് ചെയ്തപ്പം അതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റി. സോ ഹെൻസ് ഇറ്റ് ബിക്കംസ് g' of lambda. സോ ലാംഡ എന്ന് പറയുന്ന വിൽ ബി എ പോയിന്റ് ദാറ്റ് ഈസ് ബിറ്റ്വീൻ xn-1 ആൻഡ് r. നമ്മുടെ റൂട്ടിൻ്റെയും നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ഇടയിലുള്ള വാല്യൂ ആണ് ഈ g' of lambda. ഇനി നമുക്ക് ഈ ഡൗൺ ടേം ദാറ്റ് ഈസ് ദ ഡിനോമിനേറ്റർ നമുക്ക് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ xn-r വിൽ ബി ഈക്വൽ ടു g' of xn മൈനസ് ദിസ് തിങ്. അതാണ് നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. അത് ഒരു g'(x)ൻ്റെ മാക്സിമം വാല്യൂ ആണ് വിച്ച് വിൽ ബി ഒക്കറിങ് അറ്റ് x equal to lambda ആൻഡ് എൻറ്റയർ റേഞ്ച്. ഇത്
x0 r എന്ന് പറയുന്നത് ഇത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. സോ ഈ റേഞ്ചസും ഇൻക്ലൂഡഡ് ആണ്. സോ ഹെൻസ് വി ഫൈൻഡ് ഔട്ട് ദ മാക്സിമം വാല്യൂ. അപ്പോൾ ഇനി മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ അതായിരിക്കും ഏറ്റവും മാക്സിമം. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് ബാക്കിയെല്ലാം നമ്മൾ ലെസ് ദാൻ ആയിട്ട് കൊണ്ടുവരിക. സോ ഹിയർ xn മൈനസ് ആർ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഡാഷ് ഓഫ് ലാംഡ വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് മാക്സിമം. അപ്പോൾ മാക്സിമം വാല്യൂ ആണ് ഏറ്റവും ഹയസ്റ്റ്. അങ്ങനെ ഓരോ കേസിലും നമ്മൾ അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് ഫോക്കസ് ചെയ്യുന്നില്ല. നമുക്ക് വിച്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. പിന്നെ അതിനുശേഷം x1 എടുത്തു. അങ്ങനെ നമുക്ക് ജനറൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം absolute value of xn minus r will be less than or equal to m raised to n the absolute value of x0 minus r. അപ്പോൾ ഇവിടെ നമ്മൾ xn ഫോളോ ചെയ്യുന്നതാണെങ്കിലും m raised to n ടൈംസ് നമ്മൾ x0 മൈനസ് ആറിൻ്റെ കൂടെ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ദാറ്റ് ഇക്വേഷൻ വിൽ ബി സാറ്റിസ്ഫൈഡ്. സോ whenever if m is less than 1, so whatever be the initial value of this particular x0, the value of the xn will be always tending towards the r, and r will be sufficiently large. അപ്പോൾ എപ്പോഴും നമ്മൾ എം ഗ്രേറ്റർ ദാൻ എന്നുണ്ടാവുന്ന ആ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പ്രോസസ്സ് കൺവേർട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ 1 ആണ് അതിൻ്റെ ഏറ്റവും മാക്സിമം. അപ്പം ആ ഒരു പോയിന്റ് വരെയാണ് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ കൺവേർജൻസ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മിഡിൽ പോയിന്റ് ആണ്. ബാക്കി എല്ലാ കേസിലും അത് ഡൈവേർജൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ്. അപ്പോൾ എം ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ എം ആ 1 എത്തുന്ന രീതിയിലാണ്, സിൻസ് ദിസ് ഇസ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ, ആ 1 എത്തുന്ന രീതിയിലാണ് നമ്മൾ കൂടുതലും ഇത് കൺവേർട്ട് ചെയ്യിക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പിക്ടോറൽ റെപ്രസെൻറ്റേഷൻ ആണ് ജസ്റ്റ് 2 സിറ്റുവേഷൻസ് ഇല്ലുസ്ട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ y ഈക്വൽ ടു എക്സും ഉണ്ട്, y ഈക്വൽ ടു ജി ഓഫ് എക്സും ഉണ്ട്. ഇവിടെ y ഈക്വൽ ടു എക്സ് ഉണ്ട്, ഇവിടെ y ഈക്വൽ ടു ജി ഓഫ് എക്സ് ഉണ്ട്. സോ ഹിയർ എ പർട്ടിക്കുലർ പോയിന്റ് കുറേ ഡൈവേർജൻസ് ഫോളോ ചെയ്തിട്ട് ഒറ്റ പോയിന്റ് ദി ആർ കൺവേർജിങ്. ആദ്യം x1 എടുത്തു, ദി ആർ നോട്ട് കൺവേർജിങ്. ആദ്യം x0 എടുത്തു, ദി ആർ നോട്ട് കൺവേർജിങ്. x1 എടുത്തു, ദി ആർ നോട്ട് കൺവേർജിങ്. x2 എടുത്തു, അപ്പോഴും നോട്ട് കൺവേർജിങ്. എന്നിട്ട് x3 എടുത്തതിന് ശേഷമാണ് ദേ ആർ ഗോയിങ് ടു ബി കൺവേർജിങ്. അപ്പോൾ നമ്മൾ അത്രയും സക്സസീവായിട്ട് അപ്രോക്സിമേഷൻസ് ചെയ്ത് വരുമ്പോഴാണ് എറ്റ് എ പോയിന്റ് ദി ആർ ബീങ് കൺവേർജിങ്. ബട്ട് ഇവിടെ നോക്കുമ്പം നമ്മൾ x0 എടുത്തപ്പോൾ യെസ് ദി ആർ ഫസ്റ്റ് കൺവേർജിങ്, പിന്നെ നമ്മൾ വീണ്ടും എടുത്തപ്പോൾ അവർ ഡൈവേർജൻ്റ് ആയിട്ട് പോവാണ്. അപ്പം നമ്മൾ ആസ് എ റിസൾട്ട് നമ്മൾ ആദ്യം എടുത്ത അപ്രോക്സിമേഷൻ ആണ് കറക്റ്റ്. ബട്ട് നമ്മളത് പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നത്. So this is how we can illustrate convergence and divergence figure. അപ്പം നമ്മൾ മീൻ വാല്യൂ തിയറം ഓൾറെഡി ഞാൻ ഫോക്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ സക്സസീവ് അപ്രോക്സിമേഷൻ ആൻഡ് അൽഗോറിതമാണ്. സോ നേരത്തെ നമ്മൾ പഠിച്ചത് അതിൻ്റെ പ്രൂഫിംഗ് ആണ്. ഇനി നമ്മളിതിൻ്റെ അൽഗോറിതമാണ് പഠിക്കാൻ പോകുന്നത്. You can see the algorithm. There consists of a series of 10 steps. So first നമ്മൾ ഫസ്റ്റത്തെ വാല്യൂ ആണ് റീഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ അപ്രോക്സിമേറ്റ്. ഫസ്റ്റ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന വാല്യൂ ദാറ്റ് ഈസ് x0. So x0 will be going to be our initial guess. And എന്ന് പറയുന്നത് അതിൽ എത്രത്തോളം എറർ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കും. റൂട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ റാൻഡംലി ഗസ് ചെയ്യണം. അപ്പോൾ അതിൽ എത്രത്തോളം എറർ ഉണ്ടാവും. അതുപോലെ തന്നെ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐട്രേഷൻ ആണ്. നമ്മൾ എത്രത്തോളം അതിന് കൺവേർജൻസ് കൊടുക്കുന്നു അതുവരെ എത്തുന്നുള്ള ഐട്രേഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വി ഗോ വിത്ത് x0 എന്നുള്ള ആ വാല്യൂ നമ്മൾ നമ്മുടെ ഫംഗ്ഷനിലേക്ക് ഇടുകയാണ്. അത് വെച്ച് നമ്മൾ x1 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഓരോ ടൈം x1ൻ്റെ വാല്യൂ മാറ്റി x0യിലേക്ക് കൊടുക്കുവാണ്. ഓരോ ടൈം x0 വെച്ച് ആ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് x1ലേക്ക് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് എവറി ടൈം ടിൽ വി ട്രാവേഴ്സ് nth റൂട്ട് വരെ നമ്മൾ n-1 എന്നുള്ള വാല്യൂസ് നമ്മൾ ജിയിൽ കണ്ടുപിടിച്ചിട്ട് അത് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പോൾ അതൊരു ഫോർ ലൂപ്പിലിട്ട് ചെയ്തിരിക്കുകയാണ് ടിൽ 1 to n. അപ്പോൾ n ടൈംസ് വരെ നമ്മൾ ഓരോ ടൈമും x1ലുള്ള വാല്യൂ x0യിലിട്ട്, കാരണം അത് ഓരോ ട്രാവേഴ്സിങ് ചെയ്യുമ്പോഴും അത് പ്രീവിയസിലേക്ക് ഇടുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. So at a point when after this for loop we are checking for the condition, നമ്മൾ ഇതൊരു കണ്ടീഷൻ ആണ്, ദാറ്റ് ഇസ് x1 മൈനസ് x0 ഡിവൈഡ് ബൈ x1. അതിൻ്റെ മോഡുലസ് വാല്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ എറർ. അപ്പോൾ അങ്ങനെ എറർ ആ നമുക്കൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു എറർ ഉണ്ട്. ആ എററിനെക്കാളും കുറവാണെങ്കിലും നമുക്കത് എൻഡ് ചെയ്യാം. വി ക്യാൻ ഗോ ടു സ്റ്റെപ്പ് 9. അപ്പോൾ സ്റ്റെപ്പ് 9 എന്ന് പറയുമ്പോൾ നമ്മളൊരു എറർ ഗസ് ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ കുറവാണല്ലോ നമ്മുടെ കാര്യങ്ങളെങ്കിൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വി ക്യാൻ സ്റ്റോപ്പ് ദ പ്രോസസ്സ്. ഇനി അതല്ല എറർ അതിനേക്കാളും കൂടുതലാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്തിട്ടില്ല, ഡസ് നോട്ട് ഹാവ് കൺവേർട്ട് ടു എ റൂട്ട്, ഇനി നമുക്ക് x0 x1ൻ്റെ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ എപ്പോഴും എറർ ഫംഗ്ഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ആ വാല്യൂസാണ് എറർ ഫംഗ്ഷനായിട്ട് കമ്പയർ ചെയ്യുന്നത്. So here the step 4 to 6, these steps is being repeated until our procedure is going to converge at a root.
അല്ലെങ്കിൽ ഐറ്ററേഷൻസ് n എത്തുന്ന വരെ ഇത്രയും പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ അൽഗോരിതം ഫോർ സക്സസീവ് അപ്രോക്സിമേഷൻ. നെക്സ്റ്റ് യു ഹാവ് സം അനദർ കുറച്ച് ഡെറിവേഷൻസ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള കൺവേർജൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഇക്വേഷൻ 2 വി ആർ ഹാവിങ് അവർ ഇക്വേഷൻ 2 ഹിയർ. ദാറ്റ് ഈസ് ഇത് x0 നമ്മൾ x1 മാപ്പ് ചെയ്തു, x1 ഉള്ളത് x2 മാപ്പ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പം നമുക്കിനി കിട്ടുന്നത് നമുക്ക് ഓരോ ടൈം xi എന്നുള്ള വാല്യൂവിൻ്റെ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ xi+1 കിട്ടുന്നത്. So we are considering y as the root and e as the error in the ith iteration. അപ്പോൾ അതിന് ei+1 വരും. എന്നിട്ട് ei എന്ന് പറയുന്നത് എറർ ഇൻ ദ ith iteration ആൻഡ് ഈ i+1 എന്ന് പറയുന്നത് എറർ ഇൻ ദ i+1th iteration. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ റൂട്ടിൻ്റെ കൂടെ ആ എററും കൂടി ആഡ് ചെയ്യുമ്പം നമ്മൾ ഫംഗ്ഷൻ്റെ കൂടെ ആ വൈയും എററും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഫംഗ്ഷൻ്റെ കൂടെ ഇനി നമ്മൾ ഓരോ ടൈം നമ്മൾ അതിന് വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു എററും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വൈ വെച്ച് dg/dx എന്ന് പറയുമ്പോൾ ജീൻ്റെ കൂടെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എന്നിട്ട് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഓരോ ടൈം നമ്മളിവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, അപ്പോൾ ആ സമയത്ത് എററിൻ്റെ സ്ക്വയർ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോവാണ്. സോ ഇതും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കാണാം. e(i+1) എന്ന് പറയുന്നത് dg/dx ദ ഹോൾ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എററും പിന്നെ അതിനുശേഷം y - y കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ഇവിടെ നമ്മൾ g(x) അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് അതിനുശേഷം ആ ഫോർമുലാസൊക്കെ ഏതാണ് y(y-1) അതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. എന്നിട്ട് അതിൻ്റെ വാല്യൂസും കൊടുത്തു. അപ്പോൾ i+1 ഐറ്ററേഷനിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 0 × ei ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ei² എന്ന് പറയുന്ന ടേം നമ്മുടേത് ഒരു ഹയർ പവർ, എററിൻ്റെ ഒരു ഹയർ പവറാണ്. അപ്പോൾ എററിൻ്റെ ഹയർ പവർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലുതായിരിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി ചെറുതായിരിക്കും. അപ്പം നമുക്ക് അതൊക്കെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ചിലപ്പോൾ അത് ഇറ്റ് വിൽ ബി ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് വൈ വി ഗിവ് ലിമിറ്റ് i tends to infinity. അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ക്യാൻ ബി മാപ്ഡ് ഇൻ ടു എ കോൺസ്റ്റൻറ്റ് t. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് അവസാനം നമുക്ക് dg/dx ഓഫ് y എന്ന് കിട്ടുന്നത്. ഇത്രയും പ്രൂഫാണ്, ഇതിൽ കൂടുതൽ വറി ചെയ്യാനില്ല. ഇത് ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള പ്രൂഫാണ്, ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പം യൂഷ്വലി എക്സാംസിന് ഇങ്ങനെ പ്രൂഫ് അങ്ങനെ അധികം ചോദിക്കാറില്ല, പ്രോബ്ലംസേ ചോദിക്കാറുള്ളൂ. സോ സിൻസ് നമ്മൾ എറേഴ്സ് ഇങ്ങനെ കൂടുതൽ വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഹൗ വി ഗെറ്റ് ദ ഡെറിവേറ്റീവ് dg/dx ഓഫ് y എന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എറർ ഫംഗ്ഷൻസ് എല്ലാം കളഞ്ഞ് കിട്ടി. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു സം പ്രോബ്ലംസ്. So first we are going to solve x³ - 9x + 1 = 0 using successive approximation method. So നമുക്ക് first of all നമ്മുടെ given equation is x³ - 9x + 1 which is mapped to 0, which is equal to 0. അപ്പോൾ അവിടുന്ന് നമ്മൾ x മാത്രം ഫിൽട്ടർ ചെയ്തെടുത്തു, ബാക്കി എല്ലാ ടേംസും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. So x is going to be equal to x³ + 1 divided by 9 which is equal to phi of x. അപ്പോൾ phi of x എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് phi ഓഫ് x. അപ്പോൾ ഈ x എന്ന് പറയുന്ന കാര്യം നമ്മൾ phi of x-ലോട്ടേക്ക് മാപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് phi of x നമ്മൾ എടുത്തെഴുതി. ഇനി നമ്മൾ phi dash of x ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. phi dash of x എന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ ഗോയിങ് ടു പെർഫോം ഇറ്റ്സ് ഡെറിവേറ്റീവ്. അപ്പോൾ ഡെറിവേഷൻ എടുക്കുമ്പം ഈ 1/9 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ 1/9 ആൻഡ് വി ആർ ഫൈൻഡിങ് ദ ഡെറിവേഷൻ ഓഫ് x³. x³ ഡെറിവേഷൻ എന്ന് പറയുന്നത് 3x² ആണ്. സോ ആ 3യും 9ഉം കൂടി ക്യാൻസലേറ്റ് ചെയ്ത് യു വിൽ ഗെറ്റ് 3. 1 കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് യു വിൽ ഗെറ്റ് x²/3 ആസ് ദ ഡെറിവേറ്റീവ് ഓഫ് phi of x. ഇനി നമ്മൾ phi of xൽ എക്സിന് ഓരോ വാല്യൂസ് ഇട്ടെടുക്കാം. സോ ബിഫോർ ദാറ്റ് നമ്മൾ f(0) = 1ഉം f(1) = -7 എന്ന് പറയും. നമ്മൾ ആദ്യം റാൻഡം ആയിട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പം നമ്മുടെ f(0) എന്ന് പറയുന്നത് 1 ആവും. ഹിയർ യു ക്യാൻ സി വെൻ എവർ യു ആർ പുട്ടിങ് 0, 0³ - 9 × 0 + 1, ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും, ആൻഡ് ദെൻ യു വിൽ ബി ഗെറ്റിംഗ് 1. ദെൻ f(1) എന്ന് പറയുമ്പോൾ ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് -7 കിട്ടും. സോ ഇത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ്. അതായത് 0 കൊടുക്കുമ്പോഴാണ് നമുക്ക്, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പോസിബിൾ 1 ആണ്. പിന്നെ ലോവസ്റ്റ് പോസിബിൾ നമുക്ക് ഒരു നെഗറ്റീവ് റീച്ച് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ കൊടുക്കാം. നമുക്ക് നല്ലൊരു എക്സ് വാല്യൂസ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റണം.
സോ അപ്പോൾ ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇവിടെ നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് 1/3, എക്സിന് 2 കൊടുക്കുമ്പോൾ 4/3 വരും, എക്സിന് 3 കൊടുക്കുമ്പോഴാണ് 9/3 വിൽ ബി ഗോയിങ് ടു 2. അപ്പം 9/3 വിൽ ബി ഗോയിങ് ടു 3. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ 5-x നമ്മൾ മാക്സിമം 1 വരെയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 to 1 വരെയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം x0 ആയിട്ട് നമ്മളത് x0 എപ്പോഴും 0 ആയിട്ട് നമ്മൾ ഗെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഓൾറെഡി x0-ന് 0 എന്ന് പറയുന്ന വാല്യൂ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എപ്പോഴും ഇനീഷ്യൽ ഗെസ്സായിട്ട് x0-ന് 0 കൊടുക്കണം. അതെല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് x1-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ x1 ഇസ് ഈക്വൽ ടു g ഓഫ് x0 എന്നാണല്ലോ, അതായത് തൊട്ട് പ്രീവിയസ് ഉള്ള വാല്യൂ എടുക്കണം. അപ്പോൾ നമ്മുടെ ജിയിലേക്ക് പോകും. ദാറ്റ് ഈസ് അവർ 5 ഈക്വൽ ടു x³ + 1 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ഇവിടെ എക്സിന് പകരം x0-ൻ്റെ വാല്യൂ കൊടുക്കുക, ദാറ്റ് ഈസ് 0. സോ 0³ + 1 ഡിവൈഡ് ബൈ 9 വിച്ച് ഇസ് ഈക്വൽ ടു 1/9, അതാണ് 0.111. ഇനി x2 ചെയ്യുമ്പോൾ നമ്മൾ x1-ൻ്റെ വാല്യൂ കൊടുക്കണം. അപ്പോൾ x2 എന്ന് പറയുമ്പോൾ ഇവിടെ x1-ൻ്റെ വാല്യൂ കൊടുത്ത് ചെയ്യുമ്പോൾ 0.111³ + 9 + 1 ഡിവൈഡ് ബൈ 9. അപ്പോൾ ഇത് കിട്ടും. സോ ഓരോ ടൈം നമ്മൾ x3 കാൽക്കുലേറ്റ് ചെയ്യുമ്പം x2-ൻ്റെ വാല്യൂ കൊടുത്ത് ചെയ്യുക, x2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ x1-ൻ്റെ വാല്യൂ കൊടുത്ത് ചെയ്യുക, x1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ x0-ൻ്റെ വാല്യൂ കൊടുത്ത് ചെയ്യുക, x0 0 ആയിട്ട് തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒറ്റ പോയിന്റ് നമുക്ക് കാണാം x2 x3 കൺവേർജ് ചെയ്യുവാണ്, ഒരേ വാല്യൂസ് കിട്ടുവാണ്. സോ ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദേ കൺവേർജ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 0.113 ആണ്. ഇങ്ങനെയാണ് നമ്മൾ റൂട്ട്സ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും. നെക്സ്റ്റ് വൺ ഇക്വേഷൻ, സോൾവ് cos x + 3 ഇസ് ഈക്വൽ ടു 2x. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എക്സ് മാത്രം ഫിൽട്ടർ ചെയ്തെടുത്തു, നമുക്ക് cos x + 3 എന്ന് പറയുന്നത് 2 കിട്ടി, ദാറ്റ് ഈസ് 5 ഇനി നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യണം. ഈ ഡെറിവേറ്റീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളത് പോസിറ്റീവ് ഫംഗ്ഷൻ ആണോ, നമുക്ക് <1 ആയിട്ട് ഈക്വൽ ആക്കാൻ പറ്റുമോ എന്നുള്ള കണ്ടീഷൻ നോക്കാനാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ചെയ്യുമ്പം cos x-ൻ്റെ ഡെറിവേറ്റീവ് ആദ്യം 1/2 പുറത്തെടുത്തു, ദെൻ cos x-ൻ്റെ ഡെറിവേറ്റീവ് -sin x അത് കൊടുത്തു, ദെൻ 3/2 വിൽ ബി കോൺസ്റ്റൻറ്റ്, അത് 0 ആയി. സോ ഹെൻസ് യു വിൽ ഗെറ്റ് -1/2 sin x. നമ്മുടെ f(x) നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് cos x + 3 - 2x. അപ്പോൾ നമ്മളിനി റാൻഡം ആയിട്ട് വാല്യൂസ് കൊടുക്കുകയാണ്. നമുക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂയും കിട്ടണം. അപ്പം നമുക്ക് 0, π/2, π/4, π/6, അപ്പം 2π, π, അപ്പോൾ എന്തും കൊടുക്കാം. റേഞ്ചിങ് ഫ്രം 0 to 360 ഉള്ള എന്ത് വാല്യൂസും കൊടുക്കാം. അപ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവായിട്ട് 4 കിട്ടിയത്. π/2 കൊടുത്തപ്പോഴാണ് നമുക്കൊരു നെഗറ്റീവായിട്ട് -0.1416 കിട്ടിയത്. സോ നമുക്ക് നമ്മുടെ ഇൻ്റർവൽ അവിടെ ഫിക്സ് ചെയ്യാം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിൽ ബി <1 ആൻഡ് ദ ഇൻ്റർവൽ ഇസ് ഫിക്സ്ഡ് ആസ് 0, π/2. അപ്പം നമുക്ക് വി ക്യാൻ സേ ദാറ്റ് 5-x വിൽ ബി ലൈയിങ് ഇൻ ദ ഇൻ്റർവൽ 0, π/2. അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് വാല്യൂ, നമുക്ക് ഇതിൻ്റെ അപ്പുറത്തുള്ള വാല്യൂസും എടുക്കാം, ബട്ട് സ്റ്റിൽ നമ്മൾ കോസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന വാല്യൂസും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ഇത് നമ്മൾ റാൻഡം ആയിട്ട് കൊടുക്കുന്നതാണ് 0, π/2. അപ്പം വി ക്യാൻ സേ ദാറ്റ് ദ ഇൻ്റർവൽ ഇസ് കമ്മിങ് അണ്ടർ 0, π/2 എന്നുള്ള ഇൻ്റർവൽ കൊടുത്തു. ഇനി നമുക്ക് ആദ്യം പോലത്തെ ഗെസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് π/2 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. π/2 ചൂസ് ചെയ്യുമ്പം x0-ൽ π/2 എടുത്ത് ഇവിടെ π/2 ഇട്ട് നമ്മുടെ 5(x)-ൽ π/2 ഇട്ട് കൊടുക്കുമ്പം what will be the value? That is going to be 1.5708. ഇനി നമ്മൾ x1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 5(x0) ആണ്, x0-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, അപ്പോൾ 1.5 കിട്ടും. അങ്ങനെ ഓരോ ടൈം ഓരോ അപ്രോക്സിമേഷൻ ചെയ്തിട്ട് അവസാനം x10-ഉം x11-ൽ റൂട്ട്സ് സെയിം ആണ്, ദേ ആർ ഗോയിങ് ടു കൺവേർജ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ റൂട്ട് ഇസ് 1.5236. ഈ രണ്ട് പ്രോബ്ലംസും ചെയ്തു തന്നെ നോക്കണം, എക്സാംസിനൊക്കെ യൂഷ്വലി ചോദിക്കാറുള്ള പ്രോബ്ലംസ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ ഇസ് ദാറ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡിൻ്റെ C++ പ്രോഗ്രാം, ദിസ് ഇസ് എ പ്രോഗ്രാം ഇൻ സി പ്രോഗ്രാമിൽ എങ്ങനെയാണ്, C ആയാലും C++ ആയാലും ജസ്റ്റ് ആ പ്രിൻ്റ്-എഫിൻ്റെ വ്യത്യാസമാണ്. ഇവിടെ C ഔട്ട് കൊടുത്താൽ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്, ഇത് യൂഷ്വലി അങ്ങനെ എക്സാംസിനൊന്നും ചോദിക്കാറില്ല. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ ഫിക്സ് ചെയ്യുക, എന്നിട്ട് അതിന് ഗ്രാജുവലി നമ്മൾ അതിനെ ഐറ്ററേറ്റ് ചെയ്ത് റൂട്ടിലേക്ക് എത്തിക്കുക. സോ ദ ഫിക്സഡ് പോയിന്റ് ഫംഗ്ഷൻ എന്താ വെച്ചാൽ റൂട്ട് 0-യും x1 എന്നുള്ള രണ്ട് വാല്യൂസും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ലൂപ്പ് കൗണ്ടർ 0 ആക്കിയിട്ടുണ്ട്. അപ്പം വൈൽ 1, അതായത് 1 വരുമ്പം നമ്മൾ ലൂപ്പ് കൗണ്ടർ പ്ലസ് ചെയ്യണം, എന്നിട്ട് g(x) മൈനസ് ആ ഫംഗ്ഷനും അതിൻ്റെ ഗ്രേറ്റർ ഫംഗ്ഷനും അത് < ആ വാല്യൂസ് ആണോ എന്ന് നോക്കാം. അങ്ങനെ < വാല്യൂസ് ആകുമ്പോൾ നമുക്ക് എക്സിലോട്ടേക്ക് എക്സിൻ്റെ വാല്യൂ ക്യാൻ ബി ആഡഡ് ടു റൂട്ട് ബ്രേക്ക് ചെയ്യാം.
എന്നിട്ട് ജി ഓഫ് എക്സ്, വീണ്ടും ജി ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ എക്സിലോട്ടേക്ക് കൊടുക്കുകയാണ്. സോ എവറി ടൈം ഈ ലൂപ്പ് കൗണ്ടർ ആഡ് എന്നനുസരിച്ച് അവർ കമ്പയർ ചെയ്ത് ചെയ്യുകയാണ്. ഈ റൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന കാര്യമാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ലൂപ്പ് കൗണ്ടറാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് റൂട്ടിലേക്ക് സേവ് ആയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി റിട്ടേൺഡ് ആസ് റൂട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സക്സസീവ് അപ്രോക്സിമേഷൻ. ഇത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, കൺഫ്യൂഷൻ ആവരുത്. C++ വരുമ്പോൾ ജസ്റ്റ് ഇവിടെ പ്രിൻറ്റ് എഫിന് വരും സി ഔട്ട് കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി വെച്ചതാണ്. നമുക്കങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാംസിന് അധികം ചോദിക്കാറില്ല. ബട്ട് സ്റ്റിൽ സ്റ്റഡി ദിസ് പ്രോഗ്രാം. ഓക്കെ, സോ ദസ് വി കം ടു ദ എൻഡ് ഓഫ് ദിസ് സെക്ഷൻ. താങ്ക് യു.